ഇന്ന് നമ്മുടെ ടോപ്പിക്കിനൊരു വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ സെൻറ്റൻസുകളെ കുറിച്ചാണ് പറയാറ്. ഇന്ന് നമ്മൾ പറയുന്നത് പങ്ക്ച്വേഷൻ ആൻഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ കുറിച്ചാണ്. ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ സ്പെല്ലിങ്ങിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം പങ്ക്ച്വേഷൻ ആൻഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സിനുണ്ട്. എന്നാൽ ഇന്ന് വേണ്ടത്ര രീതിയിൽ ഇതിനാരും പരിഗണന നൽകാറില്ല. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം എവിടെയാണ് പ്രധാനപ്പെട്ട പങ്ക്ച്വേഷൻ മാർക്സ് യൂസ് ചെയ്യുന്നതെന്ന്. ആദ്യം നമുക്ക് കോമ യൂസ് ചെയ്യാം. ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കോമ യൂസ് ചെയ്യാം. ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അവിടെ നമുക്ക് കോമ യൂസ് ചെയ്യാം. എക്സാമ്പിൾ എഴുതി കാണിക്കാം. ഷീ ബോട്ട്. ഇവിടെ ഞാനൊരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് പറയാണ്. ബനാന, കോമ, ആപ്പിൾസ് and strawberries. ഇത്തരത്തിൽ ഒരു നമ്പർ ഓഫ് ഐറ്റംസ് നമ്മൾ പറയുകയാണെന്ന് വിചാരിക്കാം. ഞാൻ ഈ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു, ആ സാധനങ്ങളുടെ ലിസ്റ്റ് പറയാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ ഐറ്റത്തിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് കോമയായിരിക്കും. എന്നാൽ ലാസ്റ്റ് ഐറ്റത്തിന് മുന്നിൽ നമ്മൾ എപ്പോഴും ആൻഡ് ചേർത്താണ് പറയാം. ഷീ ബോട്ട് ബനാന, comma apples and strawberries. ഒരു എക്സാമ്പിളും കൂടി പറയാം. He is rich, comma honest and brave. ഇവിടെ ഒരാളുടെ ക്വാളിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. ഇവിടെയും നമുക്ക് ഓരോ വേർഡ്സിന് ശേഷവും കോമ ആയിട്ട് പറയാം. അപ്പോൾ കോമ നമ്മൾ പ്രധാനമായും യൂസ് ചെയ്യുന്നത് ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ്. അടുത്ത പങ്ക്ച്വേഷൻ മാർക്കാണ് കോളൻ. ഇങ്ങനെയാണ് ഇത് എഴുതുക. ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നിൽ നമുക്ക് ഈ പങ്ക്ച്വേഷൻ മാർക്ക് യൂസ് ചെയ്യാം. ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നിൽ നമുക്ക് ഈ പങ്ക്ച്വേഷൻ മാർക്ക് യൂസ് ചെയ്യാം. കോളൻ നമ്മൾ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു യൂസാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഞാൻ എക്സാമ്പിൾ എഴുതാം. ദ തിങ്സ് വി നീഡ് are as follows. കണ്ടോ, ഞാൻ ഇനി ഇവിടെ നിന്ന് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ് എഴുതുന്നത്. അതിന് മുന്നിൽ ഞാനിവിടെ കോളൻ യൂസ് ചെയ്യുന്നുണ്ട്. ടീ, മിൽക്ക്, ഐസ്ക്രീംസ് ആൻഡ് ബ്രെഡ്. The things we need are as follows: tea, milk, ice creams and bread. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നിൽ നമ്മൾ ചേർക്കുന്നത് കോളൻ ആണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെമി കോളൻ ആണ്. ഇതാണ് സെമി കോളൻ്റെ ചിഹ്നം. സെമി കോളൻ നമ്മൾ പ്രധാനമായും യൂസ് ചെയ്യുന്നത് കൺജങ്ഷൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാത്ത രണ്ട് മെയിൻ ക്ലോസുകളുടെ ഇടയിലാണ്. ഞാൻ ഒന്നുകൂടി പറയാം. കൺജങ്ഷൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാത്ത രണ്ട് മെയിൻ ക്ലോസുകളുടെ ഇടയിലാണ് പ്രധാനമായും നമ്മൾ സെമി കോളൻ യൂസ് ചെയ്യുന്നത്. ഞാൻ എക്സാമ്പിൾ എഴുതാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഹി വാസ് ആൻ ഇന്റലിജന്റ് സ്റ്റുഡൻറ് he stood first in the class. കണ്ടോ, ഇത് രണ്ട് മെയിൻ ക്ലോസസ് ആണ് അല്ലേ. ഇതിനെ നമ്മൾ സാധാരണ കൺജങ്ഷൻ യൂസ് ചെയ്താണ് കണക്ട് ചെയ്യുന്നത്. അതായത് ആൻഡ്, ബട്ട് എന്നീ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്. ഇവിടെ അത്തരത്തിലൊരു വേർഡ് യൂസ് ചെയ്തിട്ടില്ല. പകരം ഞാൻ യൂസ് ചെയ്തത് സെമിക്കോളൻ എന്ന പങ്ക്ച്വേഷൻ മാർക്കാണ്. ഹി വാസ് ആൻ ഇന്റലിജന്റ് സ്റ്റുഡൻറ്. ഹി സ്റ്റൂഡ് ഫസ്റ്റ് ഇൻ ദ ക്ലാസ്. അടുത്തത് ഫുൾ സ്റ്റോപ്പ്. ഇത് നമുക്കൊരു എക്സ്പ്ലനേഷൻ വേണ്ടാത്ത പങ്ക്ച്വേഷൻ മാർക്കാണ്. ഒരു സെൻറ്റൻസിൻ്റെ അവസാനം ഫുൾ സ്റ്റോപ്പ് ആണല്ലേ. കൂടുതലും ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെ അവസാനത്തിലാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യുന്നത്. ഹീ ഈസ് എ ഹാർഡ് വർക്കിംഗ് ബോയ്. ഹീ ഈസ് എ ഹാർഡ് വർക്കിംഗ് ബോയ്. ഇതൊരു നോർമൽ സെൻറ്റൻസ് ആണ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിൻ്റെ അവസാനം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞു വരുന്ന സെൻറ്റൻസ് തുടങ്ങുന്നത് എപ്പോഴും
ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് വരുന്ന വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഇനി സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ മാത്രമല്ല, പ്രധാനമായും നമ്മൾ യൂസ് ചെയ്യുന്ന അബ്രിവേഷൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അബ്രിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ഫോംസ് എഴുതില്ലേ? MA കണ്ടോ, ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയൊക്കെ എഴുതുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫുൾ സ്റ്റോപ്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ AM PM എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് സൈൻ ഓഫ് ഇൻറ്ററഗേഷൻ. സാധാരണ നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ്. സെൻറ്റൻസ് ക്വസ്റ്റ്യൻ്റെ രൂപത്തിലാണെങ്കിൽ, ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ അവസാനിപ്പിക്കുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ്. ഒരു സെൻറ്റൻസ് ചോദ്യ രൂപത്തിലുള്ളതാണെങ്കിൽ ആ സെൻറ്റൻസ് അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയുള്ളതാണ്. When did you come? When did you come? ഇതൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് സെൻറ്റൻസ് ആണ്. ഇത് അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിൽ സൈൻ ഓഫ് ഇൻറ്ററഗേഷൻ. അടുത്തത് സൈൻ ഓഫ് എക്സ്ക്ലമേഷൻ. സൈൻ ഓഫ് എക്സ്ക്ലമേഷൻ, അതല്ല എങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് എന്നും പറയാം. ഇതാണ് സൈൻ ഓഫ് എക്സ്ക്ലമേഷൻ. മലയാളത്തിൽ ഇതിനെ നമ്മൾ പറയുന്നത് ആശ്ചര്യചിഹ്നം എന്നാണ്. നമ്മളുടെ ഒരു സർപ്രൈസോ എക്സൈറ്റ്മെൻറ്റോ, അതായത് ഒരു എക്സ്ട്രീം ലെവൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്ക്ലമേറ്ററി മാർക്കാണ്. നമ്മളുടെ എക്സ്ട്രീം ലെവൽ ഫീലിങ്സ്, അത് സന്തോഷമുള്ളതും ആവാം സങ്കടമുള്ളതും ആവാം. എക്സാമ്പിൾ നോക്കിയേ. വാട്ട് എ ടെറിബിൾ ആക്സിഡൻറ്റ്. വാട്ട് എ ടെറിബിൾ ആക്സിഡൻറ്റ്. ഇത് നമ്മൾ ആ ആക്സിഡൻറ്റ് കണ്ടിട്ട് പറയാണല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നത് വാട്ട് എ ടെറിബിൾ ആക്സിഡൻറ്റ്. ഇനി സന്തോഷത്തോടു കൂടി നമുക്ക് എന്ത് പറയാം? എക്സ്ക്ലമേഷൻ കൊടുക്കാം. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡ്രസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡ്രസ്. അപ്പോൾ നമ്മളുടെ ഒരു എക്സ്ട്രീം ലെവൽ എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ് കാണിക്കുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നത് സൈൻ ഓഫ് എക്സ്ക്ലമേഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പങ്ക്ച്വേഷൻ ആൻഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ കുറിച്ചായിരുന്നു. ഒരുപാട് പറയാനുണ്ട്, വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി മറ്റൊരു വീഡിയോയിൽ പറയാം. എല്ലാം കൂടി പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. എഴുതുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പങ്ക്ച്വേഷൻ മാർക്സിൻ്റെ യൂസ് ഉള്ളത്. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് അധികം അറിവില്ലാത്ത കാര്യവും പങ്ക്ച്വേഷനെ കുറിച്ചാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കാം. താങ്ക് യു.